മക്കളെ, എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. നമ്മളിതാ എല്ലാവരെയും പോലെ തന്നെ ഓണപരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അല്ലേ. പക്ഷെ എന്നാലും 10ാം ക്ലാസ്സിനെ പോലെയല്ലോ, നമ്മൾ 9ാം ക്ലാസ് ആണെന്ന് വിചാരിച്ച് ഒന്ന് ഉഴപ്പാനും നോക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സിലബസ് ഒക്കെ മാറിയിട്ട് ആദ്യമായിട്ട് ഈ ഒരു സിലബസ് വെച്ച് ഓണപരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പം അതിൻ്റെതായ സീരിയസ്നെസ് നമുക്ക് എല്ലാവർക്കും വേണം. ഓരോ സബ്ജക്റ്റിനും വന്ന മാറ്റങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. കുറേ കാര്യങ്ങൾ ഒഴിവാക്കി അതിനും കൂടുതൽ കാര്യങ്ങൾ, അതായത് +1 +2 ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ട് വന്നു. SCERT സിലബസ് ആണ് നമ്മുടെ എങ്കിലും NCERTൻ്റെ തന്നെ അത്രയും കുറച്ചുകൂടെ കൂടുതൽ ടോപ്പിക്സും കൂടെ നമ്മുടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ലോഡ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന രീതികളും മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബയോളജിൻ്റെ കേസ് ആണെങ്കിലും നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഓരോ വേറെ ചാപ്റ്റർ ആയിരുന്നു ഡൈജഷൻ, അതായത് ദഹനവും സർക്കുലേഷൻ എന്ന വേറെ ചാപ്റ്ററും. എന്നാൽ ഇപ്രാവശ്യം നമുക്കറിയാം ഓണപരീക്ഷയ്ക്ക് നമ്മൾ 3 കാര്യങ്ങളാണ് ഒന്നിച്ച് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡൈജഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സർക്കുലേഷനും രക്തപര്യന വ്യവസ്ഥയൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓണപരീക്ഷയ്ക്ക് തന്നെ കുറച്ച് കൂടുതൽ കോണ്ടന്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ. ബയോളജിയുടെ കേസ് ആണെങ്കിൽ ആദ്യത്തെ 2 ചാപ്റ്ററാണ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഇപ്പോഴും കുറേ പേർക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറയുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 2 ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്ററും, രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ്, അതായത് ദഹനവും പോഷക സംവഹനം എന്ന ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 2 പാഠത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് മിസ് പറഞ്ഞു തരാം. ആദ്യത്തെ പാഠത്തിൽ നമുക്കറിയാം മെറ്റബോളിസം, അതായത് കാറ്റബോളിസം, അനബോളിസം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല ബയോമോളിക്യൂൾസ്, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരെ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒട്ടും ഒഴിവാക്കാതെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് നമുക്കറിയാം ഫോട്ടോസിന്തസിസ് ആണ്, പ്രകാശ സംശ്ലേഷണം, അതിൻ്റെ ഘടന, ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനുശേഷം ആ ഒരു ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് എന്തൊക്കെയായി മാറുന്നു എന്നുള്ളതും, അതുപോലെ ഓഷൻ സിസ്റ്റത്തെക്കുറിച്ചും, പിന്നെ നമ്മുടെ കണ്ടൽക്കാടുകളുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നേരെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, നിങ്ങളിപ്പോൾ കുറച്ച് കുഴയ്ക്കുന്ന ഒരു ചാപ്റ്ററാണ്, കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്കിലും മിസ് പറഞ്ഞു തരാം, ഈ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും ഫ്ലോ ചാർട്ട് വരച്ച് ആ ഡയഗ്രാം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൽ പഠിക്കാനുള്ളതാണ് ഡൈജഷൻ, അതായത് അമീബയിലെ ഹൈഡ്രയിലുള്ള ഡൈജഷൻ. അതുമാത്രമല്ല ഡൈജഷൻ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു സിലബസ് അല്ല, ഈ സിലബസിൽ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന രീതിയിൽ വേറെ ആയിട്ടും, അതായത് യാന്ത്രിക ദഹനം, പിന്നെ നമ്മൾ കെമിക്കൽ ഡൈജഷൻ, അതായത് രാസിക ദഹനം എന്ന് വ്യത്യസ്തമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന ഓരോ സ്ട്രക്ചർ, നമ്മുടെ മൗത്ത് തൊട്ട് എനസ് വരെയുള്ള കംപ്ലീറ്റ് ഒരു ഫ്ലോ ചാർട്ട്, അതിൻ്റെ ഡീറ്റെയിലിങ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ് വരുന്നത്. രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ പഠിക്കാനുണ്ട്. എങ്കിലും ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, അതായത് ഹൃദയത്തിൻ്റെ ഫുൾ ഘടന അത് ലേബിൾ ചെയ്യാനൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൂടെ നമ്മുടെ വെസൽസ് കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം അതിൽ നിന്നുള്ള നമ്മുടെ റേറ്റ് കാര്യങ്ങളൊക്കെ, നമ്മുടെ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്, ഹൈപ്പർ ടെൻഷൻ, അതിൻ്റെ ഭാഗമായി വരുന്ന എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഓരോന്നും പോയിന്റ്സ് അടിച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം ഈ 2 ചാപ്റ്ററിൽ കുറേ ഫിഗേഴ്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ സ്റ്റിക്കി നോട്ട്സ് അല്ലെങ്കിൽ ചെറിയ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഒന്ന് ഡയഗ്രാം വരച്ച് നിങ്ങളുടെ ആ നോട്ട്ബുക്കിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് വരച്ച് ലേബിൾ ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കണ്ടു പഠിക്കാൻ പറ്റും. കൂടെ ഫ്ലോ ചാർട്ട്സുകൾ ഉണ്ടാക്കുക. അപ്പോൾ കൂടുതൽ ഫ്ലോ ചാർട്ട്സും കാര്യങ്ങളൊക്കെ മിസ് ചെയ്താൽ ഇനിയും വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ തയ്യാറെടുപ്പുകളോട് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ആയിട്ടാണ് നമ്മുടെ നീജ ബാച്ച് ഉള്ളത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഇതാ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ, അതായത് ഒരു ടിപ്പിക്കൽ മോഡൽ എക്സാം ഓഫ് PYQ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് സൈലം തന്നെ നിങ്ങൾക്ക് വേണ്ടി മോഡൽ എക്സാംസ് ഒക്കെ നടത്തി എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു, ഏത് ഭാഗം പഠിക്കണമെന്നൊക്കെ ക്ലിയർ ഐഡിയ തരും. അതുകൊണ്ട് തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നീജ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ തയ്യാറെടുപ്പുകളും കൂടുതൽ ട്രിക്സും നമുക്ക് അവിടെ കാണാം. സോ സീ യു സൂൺ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. കട്ടയ്ക്ക് നമുക്ക് ഒന്നിച്ച് പഠിച്ച് നേരിടാം. സോ ബൈ.